ഏറ്റവും വലിയ സെവൻസ് ടൂർണമെന്റ് സോക്കർ കാർണിവൽ മൂന്നാം സീസൺ നാളെ തുടങ്ങും. മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം ഒമാനിൽ മരിച്ചു. ബർക്കയിൽ മോഷണം, 5 ഏഷ്യൻ പൗരന്മാർ പിടിയിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാൻ സുൽത്താനേറ്റിലെ കായിക രംഗത്ത് വലിയ ആവേശം സൃഷ്ടിച്ച സോക്കർ കാർണിവലിന്റെ മൂന്നാം സീസൺ നാളെ ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ഗൾഫ് മാധ്യമവും മീഫ്രണ്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ വൻ മേള വ്യാഴവും വെള്ളിയുമായി 2 ദിനങ്ങളായി അരങ്ങേറും. സെവൻസ് ഫുട്ബോളിന്റെ ആവേശം പരമാവധി ഉയർത്തുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ടൂർണമെന്റിൽ പ്രമുഖ താരങ്ങളും കലാരംഗത്തെ പ്രമുഖരും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. നടൻ ലുക്മാൻ അവറാൻ, മുൻ ISL താരം സുശാന്ത് മാത്യു, നടി ഡയാന ഹമീദ്, സെവൻസ് മൈതാനങ്ങളിലെ പ്രശസ്ത അനൗൺസർ റാഷിദ് കോട്ടക്കൽ എന്നിവർ ചടങ്ങിൽ സാന്നിധ്യം വഹിക്കും. വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ആരംഭിക്കും. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടുന്ന നോക്കൌട്ട് റൗണ്ടുകൾ നടക്കും. കഴിഞ്ഞ സീസണിലെ ജേതാക്കളായ മസ്കത്ത് ഹാമേഴ്സ് FC കിരീടം നിലനിർത്താനാണ് ഇത്തവണ ഇറങ്ങുന്നത്. ആദ്യ സീസണിൽ GFC അസൈബയും രണ്ടാം സീസണിൽ മസ്കത്ത് ഹാമേഴ്സും കിരീടം നേടിയിരുന്നു. ടൂർണമെന്റിൽ 4 ഗ്രൂപ്പുകളായി നിരവധി ടീമുകൾ പോരിനിറങ്ങും. ഗ്രൂപ്പ് എയിൽ യുണൈറ്റഡ് കേരള FC, ലയൺ മസ്കത്ത് FC, കുമിൻ മഞ്ഞപ്പട FC എന്നിവരും, ബി ഗ്രൂപ്പിൽ സ്മാഷേഴ്സ് FC, HFC, സൈനോ FC, GFC, അവിസെൻ എന്നിവരും മത്സരിക്കും. സി ഗ്രൂപ്പിൽ യുണൈറ്റഡ് കാർഗോ FC, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബിഗ്ഗസ്റ്റ് ജിം, സോക്കർ ഫാൻസ് FC, മസ്കത്ത് ഹാമേഴ്സ് FC എന്നിവരും, ഡി ഗ്രൂപ്പിൽ ഹോട്ട് പാക്ക് നേതാജി FC, ടോപ്പ് 10 ബർക്ക FC, റിലാക്സ് FC ടീമുകളും ഏറ്റുമുട്ടും. കേരള മസ്കത്ത് ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഈ മേള ഒമാനിലെ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി നൽകുന്ന സെവൻസ് ടൂർണമെന്റുകളിൽ ഒന്നാണ്. ഫുട്ബോളിനൊപ്പം കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കലാപരിപാടികളും വിനോദങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മുതൽ വിവിധ ഗെയിമുകൾ, ക്വിസ് മത്സരങ്ങൾ, ഫേസ് പെയിന്റിംഗ്, ഷൂട്ട് ഔട്ട് മത്സരങ്ങൾ എന്നിവയും നടക്കും. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകും. കാർണിവലിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് വിപുലമായ ഫുഡ് സ്റ്റാളുകൾ. ഏകദേശം 25ഓളം സ്റ്റാളുകളിൽ നാടൻ വിഭവങ്ങൾ മുതൽ വൈവിധ്യമാർന്ന അന്താരാഷ്ട്ര രുചികൾ വരെ ലഭ്യമാകും. ലൈവ് കൗണ്ടറുകളും പ്രത്യേക വനിതാ കൂട്ടായ്മകളുടെ ഫുഡ് സ്റ്റാളുകളും ചോക്ലേറ്റുകളും ഫാൻസി ഭക്ഷണങ്ങളും കാർണിവലിന് രുചി കൂട്ടും. കായിക ആവേശവും സംഗീതവും ഭക്ഷണവും ഒത്തുചേരുന്ന ഈ 2 ദിനങ്ങൾ പ്രവാസികൾക്ക് ആഘോഷ നിമിഷങ്ങളായിരിക്കും. ഫുട്ബോൾ മത്സരങ്ങൾക്കൊപ്പം ഭക്ഷണ വൈവിധ്യങ്ങളും കലാപരിപാടികളും കോർത്തിണക്കി ഒരുക്കുന്ന ഈ മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ഒമാനിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ മുഹമ്മദ് റിഫാസ് ആണ് മരിച്ചത്. ബർക്കയിലെ ഒരു ബേക്കറിയിൽ ജീവനക്കാരനായിരുന്നു റിഫാസ്. 8 മാസം മുമ്പാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. പിതാവ് പരേതനായ അബ്ദുൽ ലത്തീഫ്, മാതാവ് ഫൗസിയ. മരണാനന്തര നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം പുരോഗമിക്കുകയാണ്. ബർക്കയിൽ മോഷണ കേസിൽ 5 ഏഷ്യൻ പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്ന് വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച കേസിലാണ് നടപടി. തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികൾ തുടരുകയാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.